ാണ് ഇതിനിടയ്ക്കാണ് ഇത്തരം ഒന്നും അറിഞ്ഞുകൂടാത്ത അതേ സംബന്ധിച്ച് തമ്പുരാട്ടിയെ ആ കുടുംബത്തെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്ത ചില അന്തംകമ്മികൾ ഇങ്ങനെ വിമർശനവുമായി രംഗത്ത് വരുന്നത് അത് ശരിയല്ല. വളച്ചൊടിച്ച് ഇത്തരം ഒരു വളച്ചൊടിച്ച് ആ തമ്പുരാട്ടിയുടെ മഹിമയെ അല്ലെങ്കിൽ തമ്പുരാട്ടിയുടെ കീർത്തിയെ യശസ്സിനെ തകർക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. അങ്ങനെയുള്ള വ്യാമോഹമൊക്കെ ശരിയായ രീതിയിൽ പത്മനാഭസ്വാമി ഉത്തരം പറയുമെന്ന്. 2024 പത്മശ്രീ പുരസ്കാരങ്ങൾ ബഹുമാനപ്പെട്ട അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സൈബർ ഇടങ്ങളിലെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഒരു രൂക്ഷമായ വിമർശനങ്ങളും ചർച്ചാ വിഷയങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മോഹൻകുമാർ. അപ്പോൾ എന്താണ് സർ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ ഒരു വിഷയത്തിൽ എങ്ങനെ പ്രതികരിച്ചു, എങ്ങനെ നോക്കിക്കാണുന്നു? അർഹിക്കുന്നവർക്ക് അർഹതയുടെ അംഗീകാരമാണ് നൽകിയിരിക്കുന്നത്. ഇത് മുൻപിനാലെ തന്നെ നൽകേണ്ടിയിരുന്നു. ശ്രീ അച്യുതി തിരുനാൾ തമ്പുരാട്ടിയെയും അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജവംശത്തെപ്പറ്റിയും ശരിക്കും അറിഞ്ഞുകൂടാത്തവരാണ് ഇത്തരം സൈബർ സെല്ലുകളിൽ വിമർശനങ്ങൾ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്നുവരെ നടക്കാത്ത അല്ലെങ്കിൽ ഇന്നുവരെ ഒരു രാജകുടുംബവും ഈ ജനസമൂഹത്തോടൊപ്പം ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നവർ ഇല്ല. നിരവധി എഴുത്തുകാരാണ്. അതുപോലെ തന്നെ നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നിരവധി സാമൂഹ്യ രംഗത്ത് നിരവധി സേവനങ്ങൾ തമ്പുരാട്ടി നടത്തിയിട്ടുണ്ട്. അതിന് ഉദാഹരണം തന്നെ എനിക്ക് പറയുവാനുള്ളത് തന്നെ ഏത് കഷ്ടപ്പെടുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് സ്വന്തം ആ പദവി പോലും തമ്പുരാട്ടി എന്ന പദവി നോക്കാതെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെയ്യും, അവരുടെ ഉന്നമനത്തിന് വേണ്ടി ശ്രമിക്കും. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയക്കാരും മറ്റ് ഉന്നതരും കാംക്ഷിക്കുന്നത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ മീഡിയാസിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ പ്രദർശിപ്പിച്ച് ഊറ്റം കൊള്ളുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിശബ്ദമായ ഒരു സാമൂഹിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന തിരുവിതാംകൂർ രാജവംശത്തിലെ അശ്വതി തിരുനാൾ ബഹുമാനപ്പെട്ട അശ്വതി തിരുനാൾ തമ്പുരാട്ടിയെപ്പറ്റി ഈ ഒന്നും അറിഞ്ഞുകൂടാത്തവരാണ് ഇത്തരം വിമർശനങ്ങൾ കൊടുക്കുന്നത്. ഇത് ശരിയല്ല. അവർക്ക് അർഹതപ്പെട്ട ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും പിലിഗ്രിം സെൻ്ററായി മാറേണ്ടിയിരുന്ന നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കോടാനുകോടി രൂപയുടെ സ്വർണ്ണങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ സ്വത്തുക്കൾ ഒക്കെ സംരക്ഷിക്കുവാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത് സുപ്രീം കോടതി വരെ പോയി വിധി സമ്പാദിച്ച് ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ന് നിലനിൽക്കുന്നതും നമുക്ക് ആരാധിക്കപ്പെടുവാനും കഴിയുന്നത്. ഒരുപക്ഷെ അത്തരം ഒരു സ്ഥിതി മറിച്ചായിരുന്നുവെങ്കിൽ ഇവിടെ രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ അഴിമതിക്കാരുടെ കറപുരണ്ട കൈകളായിരിക്കും ഇതിന് പിന്നിൽ വരുന്നത്. അതിൽ നിന്നെല്ലാം മാറ്റി സംയുക്തമായ ഒരു ഭരണം, സംയുക്തമായ രീതിയിൽ കറകളഞ്ഞ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഴിമതിയും പുരളാത്ത നല്ലൊരു ഭരണവും അതിൻ്റെ സംവിധാനവും അതിൻ്റെ ഭക്തർക്ക് എപ്പോഴും കാണത്തക്ക രീതിയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രമായി മാറുവാൻ കഴിയത്തക്ക രീതിയിൽ തമ്പുരാട്ടി പ്രവർത്തിച്ചു വന്നതും അതുപോലെ രാഷ്ട്രീയ ഭേദമന്യേ തിരുവിതാംകൂർ രാജകുടുംബത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അത് ഒറ്റ കാരണം മാത്രം മതി. അയ്യാഗുരുസ്വാമികൾ എന്ന് പറയുന്നത് അയ്യാഗുരുസ്വാമികൾ വളരെ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം ജാതി വ്യവസ്ഥ കൊടുമ്പിരിക്കൊള്ളുമ്പോൾ തന്നെ അയ്യാഗുരുസ്വാമികളെ ആ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ കൊട്ടാരത്തിൻ്റെ കെട്ടിടത്തിൽ താമസിപ്പിച്ചുകൊണ്ട് അവിടെ അയ്യങ്കാളിയും അതുപോലെ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും ഒക്കെ എല്ലാവരെയും അവിടെ അയ്യാഗുരുസ്വാമിയുടെ ശിഷ്യന്മാരാക്കുകയും അതുപോലെ ഞാൻ മാത്രമല്ല നിരവധി ആൾക്കാർ ജാതി മത ചിന്താഗതികൾക്ക് അതീതമായി അവർക്ക് അവിടെ സ്വാമിജിയെ കാണുവാനും അയ്യാഗുരുസ്വാമികളെ കാണുവാനും അവരുടെ ശിഷ്യത്വം സ്വീകരിക്കുവാനും കഴിഞ്ഞു എന്നതിൽ തന്നെ നമുക്കറിയാം ഈ തിരുവിതാംകൂർ രാജകുടുംബത്തിന് പണ്ട് മുതൽക്ക് തന്നെ ജാതി വ്യവസ്ഥയ്ക്കെതിരായിരുന്നു. ഇതൊന്നും മനസ്സിലാക്കാൻ അതുപോലെ പറഞ്ഞാൽ നിരവധി പുസ്തകങ്ങളും നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന തമ്പുരാട്ടിയെ പറ്റി പറയാൻ ഇപ്പോൾ ഒരു ദിവസം നീണ്ടു നിന്നാൽ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇതിനിടയ്ക്കാണ് ഇത്തരം ഒന്നും അറിഞ്ഞുകൂടാത്ത അതേ സംബന്ധിച്ച് തമ്പുരാട്ടിയെ ആ കുടുംബത്തെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്ത ചില അന്തംകമ്മികൾ ഇങ്ങനെ വിമർശനവുമായി രംഗത്ത് വരുന്നത്. അത് ശരിയല്ല. ഇത് അർഹതപ്പെട്ട അവർക്ക് തന്നെ അംഗീകാരം നൽകി കഴിഞ്ഞു. അർഹതയുടെ അംഗീകാരമായിട്ടാണ് കൊടുത്തത്. ഇത്
എൻ്റെ പക്ഷത്തുനിന്ന് പറയുകയാണെങ്കിൽ ഇത് ശ്രീ പത്മനാഭസ്വാമി ജയം തന്നെയാണ്. തമ്പുരാട്ടിക്ക് ഈ പത്മശ്രീ പുരസ്കാരം അറിഞ്ഞ ഉടൻ തന്നെ സൈബർ കമ്മികൾ തമ്പുരാട്ടിക്ക് എതിരെ നിരന്തര വിമർശനം നടത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ആർത്തവ സംബന്ധമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തമ്പുരാട്ടി നൽകി എന്നതാണ്. അത് തികച്ചും തമ്പുരാട്ടി അങ്ങനെ നടത്തുന്നതെങ്കിൽ അത് ശരിക്കും ശാസ്ത്രീയതയുടെ അടിസ്ഥാനത്തിലായിരിക്കാം നടത്തിയത്. അത് ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടതെന്നും അറിയില്ല. ആ വ്യാഖ്യാനിക്കപ്പെട്ടത് പലരും പല രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കപ്പെട്ടത്. നിയമസഭ ഇരിക്കുന്ന അതൊക്കെ ശരിക്കും അവലോകനം ചെയ്ത് വാസ്തുശാസ്ത്രപരമായി തമ്പുരാട്ടി ഒരുപക്ഷെ ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതായിരിക്കും. അതിനെയൊക്കെ വളച്ചൊടിച്ച് വളച്ചൊടിച്ച് ആ തമ്പുരാട്ടിയുടെ മഹിമയെ അല്ലെങ്കിൽ തമ്പുരാട്ടിയുടെ കീർത്തിയെ, യശസ്സിനെ തകർക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. അങ്ങനെയുള്ള വ്യാമോഹമൊക്കെ ശരിയായ രീതിയിൽ പത്മനാഭസ്വാമി ഉത്തരം പറയുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.